ഏറ്റവും ഒടുവിലും ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി ചെന്നൈ മഹാബലിപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിലും മുല്ലപ്പെരിയാർ ഉയർന്നു വന്നു. പുതിയ അണക്കെട്ടെന്ന ആവശ്യം തമിഴ്നാട് സർക്കാരിന്റെ മുന്നിൽ വെച്ചുവെങ്കിലും 152 അടിയാക്കി ജലനിരപ്പ് ഉയർത്തണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് തമിഴ്നാട്ടിലെ വിജയ് സർക്കാരും. പുതിയ അണക്കെട്ടിന്റെ മുഴുവൻ ചെലവും കേരളം വഹിക്കാമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും ഒക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചുവെങ്കിലും കേരളത്തിന്റെ ഈ നിർണായക ആവശ്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു തമിഴ്നാട്. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്ന ആവശ്യവും ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും ദക്ഷിണ മേഖലാ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ യോഗത്തിൽ കേരളം ആവശ്യമുന്നയിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്തായിരുന്നു ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗം നടന്നത്. കേരളത്തിന് പുറമെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. യോഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുന്നോട്ടുവച്ചു. പുതിയ അണക്കെട്ടിന് മുഴുവൻ ചെലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നുമാണ് സതീശൻ അറിയിച്ചത്. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിലുറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. അതിനിടെ ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റെണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം നടപടികളെന്നും കാവേരിയിൽ സുപ്രീം കോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും നടപ്പാക്കണമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സഹകരണവും വിവിധ വികസന വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. മുഖ്യമന്ത്രി വി ഡി സതീശനൊപ്പം വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്നും കേരളം ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. ബന്ദിപ്പൂർ രാത്രിയാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും നിലവിലെ നിരോധനത്തിന് ശാസ്ത്രീയ പിൻബലമില്ലെന്നും ശാസ്ത്രീയ പരിശോധനകൾ നടത്തി പുനഃക്രമീകരണം നടത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.